ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാറില്ല കേട്ടോ. ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ഇന്ന് മുതൽ ദിവസേന നമ്മുടെ വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു തേങ്ങാക്കൊത്ത് മസാലക്കറിയാണ് കേട്ടോ. ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ്, അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങാക്കൊത്ത് ഇടുമല്ലോ. ഇതിൽ ബീഫും ചിക്കനൊന്നും ഇല്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനൊരു അരമുറി നാളികേരം, ഒരുപാട് വലിപ്പമുള്ളതല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയതേപോലെ കനം കുറച്ച് കഷ്ണങ്ങളായി മുറിച്ച് വയ്ക്കണം കേട്ടോ. അധികം കനം വേണ്ട, നമുക്കിതൊന്ന് വേവിച്ചെടുക്കുന്ന രീതിക്ക് ആയതുകൊണ്ട് നമ്മൾ പിന്നെ ഈ പായസത്തിലിടുന്ന പോലെ ഒന്നും കൊത്തായിട്ടല്ല കേട്ടോ, ഇതേപോലെ തന്നെ ചീവിയെടുക്കണം. അപ്പോൾ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നല്ലോണം പൊട്ടിയതിന് ശേഷം മാത്രമേ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറിക്കൊരു വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മുടെ കറുവപ്പട്ടയുടെ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, കൂടുതൽ കറുവപ്പട്ടയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊരു കുത്ത് വരും, കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി നമുക്കതിലേക്ക് സവാള, ഒരു വലിയ സവാള ചെറിയതായിട്ട് അരിഞ്ഞിട്ട് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എപ്പോഴും പൊടിയായി അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് വരും കേട്ടോ. നല്ലൊരു അടിപൊളി കറി കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ചിക്കനൊന്നും ഇല്ലെങ്കിൽ നല്ല അതേ ഒരു മണവും രുചിയോടുകൂടി ഇത് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. പിന്നെ എരിവുള്ള ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്കൊക്കെ എരിവിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒന്ന് വാടി വരുമ്പോൾ മറ്റേ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. ഞാൻ 10 കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇല, അതിന് ശേഷം നമുക്ക് ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെ രണ്ടും കൂടി ഞാൻ ഒന്നിച്ച് ചതച്ചതാണ് കേട്ടോ. ഇഞ്ചിയുടെ ഒരു ചെറിയൊരു കഷ്ണം, ചെറിയൊരു പീസേ വേണ്ടു. വെളുത്തുള്ളി നമുക്കൊരു 5-6 എടുക്കാം. കുറച്ച് വലിയ വലിപ്പമുള്ള വെളുത്തുള്ളി ഞാനൊരു 5-6 എടുത്തിട്ടുണ്ട്. പിന്നെ പഴുത്തൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ഒന്ന് വാടി വരണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അധികം ഉപ്പ് വേണ്ട, തേങ്ങാക്കൊത്തായതുകൊണ്ട് വേറെ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണില്ലല്ലോ, അപ്പോൾ അധികം ഉപ്പിട്ട് കൊടുക്കണ്ട. പിന്നെ നോക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി, വലിയൊരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടിയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ, ഇത് നല്ലൊരു കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സ്. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ മസാല നല്ലോണം പച്ചമണം മാറിയതിന് ശേഷം നമ്മുടെ തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കണം. ഒരു വെറൈറ്റി കറിയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഒരു കഷ്ണം ഉരുളൻകിഴങ്ങൊക്കെ ചേർക്കാം, പക്ഷെ ഞാനൊന്നും ചേർക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അത്ര ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. ഇനി 2 കപ്പ് അളവിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് നമ്മുടെ തേങ്ങാക്കൊത്ത് വേവിച്ചെടുക്കണം. വേവിക്കണം കേട്ടോ, നല്ല ടേസ്റ്റ്. വെറുതെ തേങ്ങ തിന്നാന്ന് പറഞ്ഞിട്ട് ആ മസാലയിലിട്ട് ഇളക്കി വെക്കരുത്. നല്ല പോലെ നമ്മുടെ തേങ്ങാക്കൊത്തൊന്ന് വെന്ത് പറഞ്ഞിങ്ങനെ അറിയാമല്ലോ, തേങ്ങാക്കൊത്തിലൊരു അധികം വെന്തൊടയുന്ന ഒരു സാധനമല്ല. എന്നാലും അതിലേക്ക് ഉപ്പും മുളകും മസാലയൊക്കെ പിടിക്കുന്ന രീതിക്ക് കുറേ നേരം, ഒരു 10 മിനിറ്റോളം നമ്മുടെ കറി നമുക്ക് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. മല്ലിത്തല ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കുക. മല്ലിത്തലയൊക്കെ കൂടുതലിട്ടാൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ തിളച്ച് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാക്കൊത്തിലേക്കൊക്കെ ഈ മസാല പിടിച്ചാലേ നല്ല ടേസ്റ്റ് ആട്ടോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇത്ര ദിവസം വീഡിയോ ഇട്ടിട്ടില്ല, നാളെ മുതൽ ദിവസേന ഇടുന്നതായിരിക്കും. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. നല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി വീഡിയോ ആയിട്ട്. ടാറ്റാ.